ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 2 ഫസ്റ്റ് ചാപ്റ്റർ ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ. അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷസ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് വിളിക്കപ്പെടുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നു. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് (IMD) ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് (IMD). രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതല വഹിക്കുന്ന പ്രധാന ഏജൻസിയാണിത്. IMDയുടെ ആസ്ഥാനം ഡൽഹിയാണ്. കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി നൂറുകണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. അന്തരീക്ഷ താപനില. സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ്സ്. അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയയിലൂടെ സൂര്യനിൽ ഊർജമുണ്ടാകുന്നു. അണുസംയോജന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്യപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 200 ദശലക്ഷത്തിൽ 1 ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിൽ എത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗരകിരണത്തിൻ്റെ അളവിനെ ഇൻസോലേഷൻ എന്ന് വിളിക്കുന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കാറില്ല. സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് പ്രധാന താപന പ്രക്രിയകൾ. താപചാലനം. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നത് താപചാലനം. സംവഹനം. ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷവായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്കുയർന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നത് സംവഹനം. അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നത് അഭിവഹനം. ഇനി വികിരണം. ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളപ്പെടുന്നത് വികിരണം. എന്താണ് അണുസംയോജനം? രണ്ടോ അതിലധികമോ ചെറു അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം.
ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ്. സൂര്യനിൽ അണുസംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കുന്നു. എന്താണ് ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും? ചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നുപോകാനാകുന്നു. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ഊർജം വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായതിനാൽ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ഇവക്ക് ആവൃത്തി കൂടുതലാണ്. എന്നാൽ ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ഊർജ വികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. ഇവക്ക് ആവൃത്തി കുറവാണ്. ഭൂമിയുടെ താപ ബജറ്റ്. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് പ്രതിഫലനത്തിലൂടെ തിരിച്ചുപോകും. 14 യൂണിറ്റ് അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യും. ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജമാണ്. താപചാലനം, സംവഹനം തുടങ്ങിയ താപപ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. 17 യൂണിറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെയും ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്ന് വിളിക്കുന്നു. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. ഇതിനെ ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നു. എന്താണ് ഹരിതഗൃഹം? പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകും. ഈ താപസന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് വിളിക്കുന്നു. ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജം ലഭിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നു. വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെ അന്തരീക്ഷം ചൂടാകുന്നു എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. അതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയെ ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നു. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിൻ്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായുണ്ടാകുന്ന ഭൗമവികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു. രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള താപനിലയെ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നു. മാക്സിമം മിനിമം തെർമോമീറ്റർ.
അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ്. രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം തെർമോമീറ്ററാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്നതിൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് വായിച്ചെടുക്കാനാകും. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം. ദൈനിക താപാന്തരം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഇനി ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നു. ദൈനിക ശരാശരി താപനില കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഓൾ ഡിവൈഡഡ് ബൈ 2. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഫാരൻഹീറ്ററിൽ ജലത്തിൻ്റെ ഖരാങ്കം 32 ഡിഗ്രിയും തിളനില 212 ഡിഗ്രിയുമാണ്. ഇത് യഥാക്രമം ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസും തിളനില 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ചൂടും താപനിലയും തന്മാത്രാ ചലനം മൂലവും വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. ഇത് ജൂൾ എന്ന ഏകകത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ച് സാങ്കൽപ്പിക രേഖ വരയ്ക്കുന്നു. ഈ സാങ്കൽപ്പിക രേഖകളെ സമതാപ രേഖകൾ എന്ന് വിളിക്കുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് അകലുന്തോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നത് കാണാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശരേഖകൾക്ക് ഏറെക്കുറെ സമാന്തരമായിരിക്കും. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അക്ഷാംശീയ സ്ഥാനം. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മി കൂടുതൽ ചെരിഞ്ഞ് പതിക്കുന്നു. അതിനാൽ ഇരുധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞുവരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു. താപീയ മധ്യരേഖ ഓരോ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് താപീയ മധ്യരേഖ.
സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4°C എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നു. സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിലെ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. സമുദ്രത്തിൽ നിന്നുള്ള അകലം. സമുദ്ര തീരപ്രദേശങ്ങളിലെ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്നകലുന്തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽത്താപം വളരെ ഉയരുന്നതിനും രാത്രിതാപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്രജലപ്രവാഹങ്ങൾ. ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും കടന്നുപോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ, അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്കുകിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജലപ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ കൊടും തണുപ്പിൽ അമരുകയും ചെയ്യുന്നു. ഭൂപ്രകൃതിക്കനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവതച്ചരിവില് താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചരിവില് താപനില കുറയുന്നതിനും കാരണമാകുന്നു. ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ തുടങ്ങിയ വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. മെർക്കുറി ബാരോമീറ്ററിലെ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം 76 സെന്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലിബാർ, ഹെക്ടോപാസ്കൽ എന്നീ ഏകകങ്ങളിലാണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലിബാർ അഥവാ ഹെക്ടോപാസ്കൽ ആണ്. അന്തരീക്ഷമർദ്ദവും കാറ്റുകളും. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷവായുവിലെ ജലാംശം അഥവാ ആർദ്രത എന്നിവ. അന്തരീക്ഷവായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദമേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദമേഖല രൂപപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നുയരുന്തോറും അന്തരീക്ഷവാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞുവരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതില് ലംബതലത്തില് അന്തരീക്ഷമർദ്ദം കുറയുന്നു. വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവില് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഇനി നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷവായു ചെലുത്തുന്ന കനത്ത മർദ്ദം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. കാരണം നമ്മുടെ ശരീരം തത്തുല്യമായ ശരീരമർദ്ദം ചെലുത്തി ഇതിനെ സന്തുലിതമാക്കുന്നതിനാലാണ്.
ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾ വരെ കാരണമാകുന്നത് അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലിലെ സ്ഥാനീയ മർദ്ദവിതരണമാണ്. സ്ഥാനീയ മർദ്ദവിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷമർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് സാങ്കൽപ്പിക രേഖ വരയ്ക്കുന്നു. ഈ സാങ്കൽപ്പിക രേഖകളെ സമമർദ്ദരേഖകൾ എന്ന് വിളിക്കുന്നു. താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. അതുകൊണ്ടുതന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലുമായിരിക്കും. അതായത് മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങൾക്കഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ അതല്ല സ്ഥിതി. ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദമേഖല രൂപപ്പെടുന്നു. ഇവയെ ആഗോള മർദ്ദമേഖലകൾ എന്ന് വിളിക്കുന്നു. ആഗോള മർദ്ദമേഖലകൾ ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ച് ഉയരുന്നതാണ് ഭൂമധ്യരേഖാ ന്യൂനമർദ്ദമേഖല രൂപം കൊള്ളാൻ കാരണം. ലംബദിശയിൽ വായുപ്രവാഹമുണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മധ്യരേഖയിലേതിന് വിപരീത അന്തരീക്ഷ സാഹചര്യങ്ങളാണ് ധ്രുവങ്ങളിലുള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാൽ ധ്രുവീയ ഉച്ചമർദ്ദമേഖല രൂപപ്പെടുന്നു. മധ്യരേഖാ പ്രദേശത്തു നിന്ന് വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനത്തിൽ ധ്രുവങ്ങൾക്കഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30° തെക്ക് 30° വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല രൂപപ്പെടുന്നു. ഏതാണ്ട് 60° തെക്കും 60° വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖലയാണ് രൂപപ്പെടുന്നത്. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് താപസാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദമേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉഷ്ണകാലത്ത് മർദ്ദമേഖല 5° മുതൽ 10° വരെ വടക്കോട്ടും ശൈത്യകാലത്ത് 5° മുതൽ 10° തെക്കോട്ടും നീങ്ങുന്നു. ആഗോള മർദ്ദമേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവവേദ്യമാകുന്നത് വായുചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായുചലനങ്ങളാണുള്ളത്. ലംബദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളെ വായുപ്രവാഹങ്ങൾ എന്നും തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശങ്ങളിലുള്ള വായുചലനത്തെ കാറ്റ് എന്നും വിളിക്കുന്നു. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയുന്ന ഇളംകാറ്റു മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുവരെ കാറ്റ് വിവിധ തരത്തിലുണ്ട്. എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി കാറ്റുകൾക്ക് പേര് നൽകി. ഉദാഹരണം: തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളെന്നും കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകളെ കടൽക്കാറ്റെന്നും വിളിക്കുന്നു. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് സഞ്ചാരദിശയുടെ വലത്തോട്ടും
ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കപ്പെടുന്നു. എന്നാൽ കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സ്വാധീനിച്ചു: മർദ്ദചരിവു ബലം, ഘർഷണബലം. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചരിവു ബലം. അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദചരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദചരിവ് കുറവെന്നും കണക്കാക്കാം. മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. കുന്ന്, മല, വനം, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. അനിമോമീറ്ററും വിൻഡ്വെയിനും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ്വെയിൻ. സ്ഥിരവാദങ്ങൾ. കാറ്റുകളെ സ്ഥിരവാദം, കാലികവാദം, പ്രാദേശികവാദം, അസ്ഥിരവാദം എന്നിങ്ങനെ 4 എണ്ണമാക്കി. അതിൽ സ്ഥിരവാദങ്ങളാണ് നോക്കുന്നത്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. ആഗോളവാദങ്ങൾ എന്ന പേരുകളിലും സ്ഥിരവാദം അറിയപ്പെടുന്നു. ആഗോള മർദ്ദമേഖലകൾക്കിടയിലാണ് ഈ കാറ്റ് വീശുന്നത്. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം എന്നിവ പ്രധാന സ്ഥിരവാദങ്ങളാണ്. കാറ്റുകളെ സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ എന്നിങ്ങനെ 4 തിരിച്ചു. സ്ഥിരവാദങ്ങൾ വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരിൽ സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. ആഗോള മർദ്ദമേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങൾക്ക് എക്സാമ്പിളാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന് വിളിക്കുന്നു. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോണിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നവയാണ് വാണിജ്യവാദങ്ങൾ. ഇനി പശ്ചിമവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. പശ്ചിമവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ധ്രുവീയവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണ-ശൈത്യകാലങ്ങളിലുണ്ടാകുന്ന മൺസൂൺ കാറ്റും കാലികവാദങ്ങളിൽ പെടുന്നവയാണ്. ഇനി കരക്കാറ്റ്, കടൽക്കാറ്റ്.
പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, മൺസൂൺ കാറ്റ് ഇവയെല്ലാം കാലികവാതങ്ങൾക്ക് എക്സാമ്പിളുകളാണ്. എന്താണ് പർവ്വതക്കാറ്റ്? രാത്രികാലങ്ങളിൽ പർവ്വതച്ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. പകല് സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ച് ഉയർന്ന് താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് താഴ്വരക്കാറ്റ്. ഇനി മൺസൂൺ കാറ്റ്. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് മർദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റ് കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യക്കു മുകളിൽ ഉച്ചമർദം അനുഭവപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്കുകിഴക്ക് ദിശയിൽ നിന്ന് തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റ് എന്ന് വിളിക്കുന്നു. ഇനി പ്രാദേശികവാതങ്ങൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് ലോക്കൽ വിൻഡ്സ്, പ്രാദേശികവാതങ്ങൾ. പ്രാദേശികവാതങ്ങളിലേറെയും കാലികമാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ലൂ വീശുന്നത്. ലൂ എന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്. ഇനി ചിനൂക്ക്. വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലാണ് ചിനൂക്ക് വീശുന്നത്. ഫൊന്ന് വരണ്ട ഉഷ്ണക്കാറ്റാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചരിവിലാണ് ഫൊന്ന് വീശുന്നത്. ഹർമാറ്റൻ കൊടും ചൂടിന് ശമനമേകുന്ന കാറ്റാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ഹർമാറ്റൻ വീശുന്നത്. അസ്ഥിരവാതങ്ങൾ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാതങ്ങൾ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഇതിൽപ്പെടുന്നു. ചക്രവാതങ്ങൾ ന്യൂനമർദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥയാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജ്ജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്ന് വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജ്ജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ് എന്നീ പേരുകളിലാണ്
ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അറിയപ്പെടുന്നത്. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലെ ഘടികാരദിശയിലുമാണ്. പ്രതിചക്രവാതം ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥയാണ് പ്രതിചക്രവാതം. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധത സൃഷ്ടിക്കുന്നില്ല. ഉത്തരാർദ്ധഗോളത്തിലെ ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലെ എതിർ ഘടികാരദിശയിലുമാണ് പ്രതിചക്രവാതം വീശുന്നത്. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായുചലനങ്ങൾക്ക് കാരണമാകുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കി. സൗരോർജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത. അന്തരീക്ഷ ആർദ്രതയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കാം എന്ന് പറയണ്ട. ആർദ്രത. ജലം ചൂടാകുമ്പോൾ നീരാവിയായി ഉയർന്നു പോകുന്നത് നമുക്ക് കാണാം. സമാനമായി സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുന്നു. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. ജലത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു. നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയും ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കുമനുസരിച്ച് അന്തരീക്ഷ ജലത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിലടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ആപേക്ഷിക ആർദ്രത = കേവല ആർദ്രത അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാഗിരണശേഷി × 100. ഹൈഗ്രോമീറ്ററും വിൻഡ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥ പൂരിതാവസ്ഥ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവ് പൂരിതാങ്കം. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. എന്താണ് ഘനീകരണം? തുഷാരം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് തുഷാരം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന്
ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടിയിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം. ഹിമം. അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണിക രൂപം കൊള്ളുന്നു. ഇനി മൂടൽമഞ്ഞ്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ തിരിക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെ മേഘങ്ങളുണ്ടാകുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിൽ താഴെയാണ്. അതിനാൽ അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ആകാശത്ത് വിവിധ തരം മേഘങ്ങളുണ്ട്. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. തെളിഞ്ഞ ആകാശത്ത്, ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ട് പോലെ കാണുന്ന മേഘം സിറസ് മേഘം. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘം സ്ട്രാറ്റസ്. ഉയർന്ന തോതിൽ സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘം ക്യുമുലസ്. ഈ മേഘം ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോനിംബസ്, നിംബോസ്ട്രാറ്റസ് എന്നീ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണിക മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വ്യത്യസ്ത രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ വർഷണം എന്ന് വിളിക്കുന്നു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴവീഴ്ച വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ, മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് അന്തരീക്ഷ താപനില 0°C താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപാളികളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ഇതാണ് മഞ്ഞുവീഴ്ച. മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണിക അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നത് ആലിപ്പഴവീഴ്ച. മഴ എങ്ങനെയെല്ലാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കടലിൽ നിന്ന് നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചരിവിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിനഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതമഴ എന്ന് വിളിക്കുന്നു. അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ
മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശം മഴ നിഴൽ പ്രദേശങ്ങൾ. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിലുണ്ടാകുന്നത് മഴ നമുക്കറിയാം. സംവഹന പ്രക്രിയയിലൂടെയാണ് ഈ മഴ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നു. മഴ എങ്ങനെയെല്ലാം കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതമഴ എന്ന് വിളിക്കുന്നു. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംവഹന പ്രക്രിയയിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നു. സാധാരണയായി ഉച്ചതിരിഞ്ഞാണ് സംവഹന വൃഷ്ടി ഉണ്ടാകുന്നത് എന്നതിനാൽ സംവഹന മഴയെ 4 മണി മഴ 4 o'clock റെയിൻ എന്നും വിളിക്കാറുണ്ട്. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി. ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ. ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്നതിനാൽ ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ മേഘവിസ്ഫോടനമായി കണക്കാക്കും. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിധിച്ച ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചു. 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും മേഘസ്ഫോടനം കാരണമാണെന്ന് കണക്കാക്കുന്നു. ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും നിലനിർത്തുന്നത് സൂര്യനാണ്. അതുപോലെ ഭൂമിക്ക് ഒരു സ്വാഭാവിക താപ സന്തുലന സംവിധാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അന്തരീക്ഷത്തിൻ്റെ ഘടക സംരചനയിൽ ത്വരിത മാറ്റമുണ്ടാക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ താപസന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. സ്വാഭാവികവും മനുഷ്യജന്യവുമായ കാരണങ്ങൾ കൊണ്ട് ആഗോള കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് വരും അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അശാസ്ത്രീയവും പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്തതുമായ മനുഷ്യ ഇടപെടൽ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിൻ്റെ താപസന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും കാറ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്